ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിര വ്രതം എടുക്കുന്നത് ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമാണ് ഈ ദിനത്തിൽ തിരുവാതിര വ്രതം എടുക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവൻ്റെ പിറന്നാൾ. ശിവഭക്തർക്ക് ഭക്തിയോട് കൊണ്ടാടുന്ന ദിവസമാണ് പരമശിവൻ്റെ ജന്മനക്ഷത്രമായ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായതും ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണെന്നാണ് വിശ്വാസം. മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ ശല്യമുണ്ടാക്കിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പത്നി ഉപവാസമെടുത്ത ദിവസമാണ് തിരുവാതിരയെന്നും ഐതിഹ്യമുണ്ട്. ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമായി തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് തിരുവാതിര. ഈ വ്രതം എടുക്കുന്ന സുമംഗലിമാർക്കും ദീർഘമാംഗല്യവും അവരുടെ മക്കൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമമായ പുരുഷന്മാരെ ഭർത്താവായി ലഭിക്കുമെന്നുമാണ് വിശ്വാസം. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത്. പക്ഷേ തിരുവാതിരയ്ക്ക് 10 ദിവസം മുമ്പ് വ്രതം ആരംഭിക്കുമെന്നാണ് വിശ്വാസം. ഈ 10 ദിവസങ്ങളിലും വ്രതമെടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് തിരുവാതിര കളിക്കണമെന്നാണ് വിശ്വാസം. 9-ാം ദിവസം മകയിരം നാളിന് പാതിരാത്രി വരെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നീളും. 10-ാം ദിവസം തിരുവാതിര. ഈ 10 ദിവസങ്ങളിലും ഉപവാസം വേണമെന്നാണ് വിശ്വാസം. ജലപാനവും ഫലങ്ങളും ഭക്ഷിക്കുകയും ചെയ്യാം. തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിക്കണമെന്നും വിശ്വാസമുണ്ട്. തിരുവാതിര വ്രതം എടുക്കുന്നവരും ആഘോഷിക്കുന്നവരും പ്രധാനമായി ഉപയോഗിക്കുന്ന വിഭവങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നവയാണ്. പുരാതനമായ ആചാരങ്ങളിൽ അക്കാലത്ത് വിളവെടുക്കുന്ന വിളയിനങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. തിരുവാതിര നാളിൽ കൂവ കുറുക്കി കഴിക്കുന്നത് പതിവാണ്. കൂവപ്പൊടിയും ശർക്കരയും തേങ്ങയും ചേർന്നതാണ് ഇത്. തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരിഭക്ഷണം കഴിച്ച് നോയമ്പ് അവസാനിപ്പിക്കേണ്ടതാണ്. കാച്ചിൽ, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, വെട്ടുചേമ്പ്, ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കിയ തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. 7:30 വെളുപ്പിനെ ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകൾ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങ് വർഗ്ഗങ്ങളായിരിക്കും. അരിയാഹാരം ദിവസങ്ങളിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മകയിരം നാളിലാണ് എട്ടങ്ങാടി എന്ന വിഭവം ഉണ്ടാക്കുന്നത്. ദശപുഷ്പം ചൂടുന്ന ചടങ്ങ് തിരുവാതിര നാളിൽ പ്രധാനമാണ്. പാതിരാപ്പൂ ചൂടുക എന്നാണ് ഇതിന് പേര്. ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടൽ. സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിരപ്പാട്ട് പാടി കളിച്ചതിന് ശേഷം ദശപുഷ്പം വച്ച വൃക്ഷച്ചോട്ടിൽ പോയി അത് ചൂടി വരുന്നതാണ് പാതിരാപ്പൂ ചൂടൽ. ഒന്നാനാം മതിലകത്ത് ഒന്നുണ്ടു പോൽ പൂത്തിലഞ്ഞി പൂത്തിലഞ്ഞി പൂ പറിക്കാൻ പോരുന്നുണ്ടോ തോഴിമാരെ എന്ന് പാടി 10-ാം മതിലകത്ത് എന്നുവരെ പാടുമ്പോഴേക്കും ദശപുഷ്പം പറിച്ചെടുത്ത് വൃക്ഷച്ചോട്ടിലെത്തി പൂ ചൂടി വരികയാണ് പതിവ്. ജനുവരി 11 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മുതൽ മകയിര നക്ഷത്രം തുടങ്ങി 12-ാം തീയതി ഞായറാഴ്ച പകൽ 11 മണി മുതൽ 26 കൊണ്ട് അവസാനിക്കും. അത് കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രം തുടങ്ങും. ഈ തിരുവാതിര നക്ഷത്രം ജനുവരി 13 പകൽ 10 മണിക്ക് 31 വരെ ഉണ്ട്. അതുകൊണ്ട് തിരുവാതിര ഉറക്കം വിളയ്ക്കുന്നതും പാതിരാപ്പൂച്ചൂടൽ ചടങ്ങും ജനുവരി 12-ാം തീയതി രാത്രിയിലാണ് നടത്തേണ്ടത്. തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് രാവിലെ തിരുവാതിരയുള്ള 13 തിങ്കളാഴ്ചയുമാണ്. ഏവർക്കും ദാമ്പത്യ ജീവിതം ഫലപ്രദവും ഐശ്വര്യപ്രദവും ഐക്യത്തോടും കൂടിയാകട്ടെ എന്നും അതിന് പരമേശ്വരനും ഉമാമഹേശ്വരിയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു.